ചേച്ചി, കാർത്തികേ, നിങ്ങളും എന്റെ ഒപ്പം വരില്ലേ? 3 പേർക്കും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാം. ചെല്ലടി ചെല്ല്. പോ. ഏട്ടാ, വീട്ടിൽ മൂത്തയാളെ ഏട്ടനാ. അതുകൊണ്ട് ഏട്ടന്റെ കൈകൊണ്ട് തന്നെ തേങ്ങ ഉടയ്ക്കണം. അതെ, പെട്ടെന്ന് തന്നെ ലോഡൊക്കെ താഴെ ഇറക്കി വെക്കേ. പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, അതെല്ലാം എടുത്തിട്ട് വാ. ഇങ്ങോട്ട് വയ്ക്കും, ഇങ്ങോട്ട് വെച്ചു. ഈ വീട്ടിലാരും ഇല്ലേ? ആരെങ്കിലും ഉണ്ടെന്ന് പെട്ടെന്ന് വെളി വന്നേ. നമസ്കാരം സാർ, മരുന്ന് കൊണ്ട് വന്നതാണ്. ഡോക്ടർ സാർ തന്നയച്ചാണോ? ആ മരുന്നല്ല സാർ, ഇത് വയലിലടിക്കുന്ന മരുന്നാ. ഞാനിത് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. എന്റെ സാറ് തന്നയച്ചതാണ്. ആരാ നിന്റെ സാറ്? MLA സാറ്. MLA ഞങ്ങൾക്ക് എന്തിനാ മരുന്ന് കൊടുത്തയക്കുന്നേ? ഞങ്ങൾ ഈ മരുന്നൊന്നും ഉപയോഗിക്കാറില്ല, വളമാ ഉപയോഗിക്കുന്നത്. ഈ പ്രാവശ്യം ഈ മരുന്ന് ഉപയോഗിക്കാനായിട്ട് എന്റെ സാറ് പറഞ്ഞായിരുന്നു. വേറെ ആർക്കെങ്കിലും ഉള്ള മരുന്നായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇത് എടുത്തോണ്ട് വെക്കോ, ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. ഇല്ല സാർ, ഈ മരുന്ന് തന്നെ വേണമെന്ന് സാറിന്റെ കൊച്ചുമോൻ അഖില് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് എടുത്തോണ്ട് വന്നത്. അഖിൽ ആവശ്യപ്പെട്ടെന്നോ? അതെ സാർ, അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ കൃഷിക്ക് വേണ്ടി ഇത് ചോദിച്ചത്. മരുന്ന് ഞാൻ സാറിന് ലേപ്പിക്കാണ് സാർ. അത് അഖിലിനോട് പറഞ്ഞാൽ മതി സാർ. പോയിട്ട് വരട്ടെ സാർ. ഈ അഖിലിന്റെ ബുദ്ധി എന്താ മരവിച്ചു പോയോ? വയലവനെ ഏൽപ്പിച്ചത് തന്നെ തെറ്റായിപ്പോയി. ആ നെല്ല് മുഴുവൻ അവൻ നശിപ്പിക്കുന്ന തോന്നുന്നേ.
ദേവി ദയുള്ളവളാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ, ദേവി നിവർത്തിച്ചു തരും. മനസ്സിൽ പറഞ്ഞാ മതിയായിരിക്കുമോ അതോ മൈക്ക് വെച്ച് വിളംബരം ചെയ്യണോ? ആഗ്രഹം നല്ലതാണെങ്കിൽ നീ എങ്ങനെ പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും. ദേവി ശക്തി സ്വരൂപിണിയാണെങ്കിൽ വയലൻ ഞങ്ങൾക്ക് കിട്ടണം. അഭിയും വസുവും നശിച്ചു പോണം. ഭാസ്കരേട്ടനും ഭാവനേട്ടത്തെയും നടു റോഡിലാകണം. ഞാനും അഖിലും മാത്രം ഹാപ്പി ആയിട്ട് ഇരിക്കണം. ദേവിയെ കൊണ്ട് പറ്റുമെങ്കിൽ എന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരണം. ദേവി, എന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ആവണേ. അങ്ങനെ ഞാനൊരു കോടീശ്വരനായിട്ട് മാറണം. നമ്പർ 1 ബിസിനസ്മാൻ ആവുകയും വേണം. ദേവി, അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് മനസമാധാനം കൊടുക്കണേ. ഇത്രയും നാൾ മക്കളോടുള്ള സ്നേഹം കൊണ്ട് എനിക്കും ഏട്ടനും ഒരുമിച്ച് കഴിയാൻ പറ്റിയില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരണേ ദേവി. എന്റെ ഏട്ടന്റെ മനസ്സൊന്ന് മാറ്റിത്തരണേ. അദ്ദേഹത്തിന് നല്ലവനായി മാറ്റണേ. ഏട്ടന് കുറച്ച് നല്ല ബുദ്ധി തോന്നിക്കണേ. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ദേവി. കാവ്യയുടെ കല്യാണം ഒരു തടസ്സവും ഇല്ലാതെ നടക്കാൻ അനുഗ്രഹിക്കണം. എന്റെ ആദ്യ ഭർത്താവിനെ ദേവി അങ്ങെടുത്തു. എനിക്കൊരു രണ്ടാം കല്യാണത്തിന് ദേവി സഹായിച്ചില്ല. എന്റെ പേരിൽ മാത്രമേ ഉള്ളൂ സുമംഗലിന്ന്. പക്ഷെ എന്റെ ജീവിതം മുഴുവൻ പ്രതികൂലാവസ്ഥയില. ഈ ജോഡികളെ കണ്ട് എനിക്ക് വെറുപ്പ് തോന്നുക. പെട്ടെന്ന് തന്നെ ഒരു കല്യാണം എനിക്ക് നടത്തിത്താ ദേവി. എന്റെ കുടുംബം മുഴുവൻ ഒന്നായിരിക്കണം. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ കഴിയണം. അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല ദേവി. ഏട്ടന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നിറവേറ്റി കൊടുത്താൽ മതി. ആ, ഇതോടെ പൂജകളെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പ്രസാദം എടുത്തു പോവാം. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനകളും ദേവി കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ഒന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അത് നിറവേറാൻ സാധ്യതയില്ല. മുത്തശ്ശി എന്താ ഈ പറയുന്നേ? നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നു. ഇനി ഒരുപാട് ആപത്തുകൾ ഉണ്ടാകാനിടയുണ്ട്. കുടുംബത്തിന്റെ അന്തസ്സ്, മാനാഭിമാനം ഇതെല്ലാം നശിച്ചു പോകാനിടയുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് രാഹു എന്ന രാക്ഷസൻ നിങ്ങളുടെ കുടുംബത്തെ ശിഥിലമാക്കാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളെ വേർപെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ആരാ മുത്തശ്ശി അത്? അവൻ ആരാണെങ്കിലും ശരി, അവന്റെ ഒരു ലക്ഷ്യവും നടക്കാൻ പോകുന്നില്ല. ഞാൻ അതിനെ അനുവദിക്കില്ല. എന്റെ കുടുംബത്തിന് കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞാൻ കാക്കും. നിന്റെ ഈ ദൃഢനിശ്ചയമാണ് ഈ കുടുംബത്തെ രക്ഷിക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാം ദേവി നിശ്ചയം. ചേച്ചേ, വീട്ടിൽ അപമാനം, ഇവിടെ അപമാനം. എവിടെ ആയിരുന്നാലും മനസ്സമാധാനമില്ല. ആ പാപികൾക്ക് വേണ്ടി എനിക്കിതൊക്കെ സഹിക്കേണ്ടി വരുന്നു. ഇതെല്ലാം നിന്റെ തെറ്റ കാർത്തിക. നീ പൊങ്കാല മര്യാദ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോ നിനക്ക് തെറ്റൊന്നും പറ്റിയില്ലെന്നാണോ? ഞാൻ ഫോൺ ചെയ്യുമ്പോ നിനക്ക് പൊങ്കാല ശ്രദ്ധിച്ചുകൂടായിരുന്നോ? എനിക്കതിന് പൊങ്കാല ഇടാൻ അറിയണ്ടേ? അല്ലെങ്കിൽ നീ അത്രയും നേരം സംസാരിക്കുന്നു ഞാൻ എങ്ങനെ അറിയും? നീ അടുപ്പിലിരിക്കുന്ന പൊങ്കാല നോക്കണ്ടേ? അത് കരിയുന്നത് വരെ എവിടെ നോക്കുമായിരുന്നു? പൊങ്കാല ശ്രദ്ധിക്കാനായിട്ട് നീ പറഞ്ഞതേ ഇല്ലല്ലോ. വസുന്ധര, ആർക്കാ ഇത്? അഖിലിനും കാർത്തികയ്ക്കും ഏട്ടാ. അവർക്ക് അമ്മ കൊടുത്തോളൂ. നീ ഇരിക്ക്. എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ട് അവർക്ക് അമ്മ കൊടുത്താൽ ശരിയാവില്ല ഏട്ടാ. അവര് ദേഷ്യത്തിലിരിക്കുക. കുഴപ്പമില്ല ഏട്ടാ,
പ്രസാദമല്ലേ, ഒന്നും സംഭവിക്കില്ല. അഖിൽ, ഇത് പ്രസാദം എടുക്ക്. പ്രസാദം മണ്ണാങ്കട്ട. കാർത്തിക, നീ എന്തായി ചെയ്തത് കാർത്തികേ? ദേവിയുടെ പ്രസാദം ഇങ്ങനെ തട്ടിക്കളയാമോ? ഏട്ടനത് പിടിച്ചതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആ പ്രസാദം താഴെ വീണിരുന്നെങ്കിൽ എന്ത് വലിയ പാപമായിരുന്നേനത്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടാന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ തട്ടിക്കളയാണോ വേണ്ടത്? എന്തിനാണ് ഇങ്ങനെ ചെയ്തേ? നിന്റെ പ്രസാദം നീ കരയിച്ചു കളഞ്ഞു, എന്നാ വസു തന്ന പ്രസാദത്തെ നീ തട്ടിക്കളഞ്ഞു. നിനക്ക് എന്ത് പറ്റിയടി? പ്രസാദം എടുത്തെറിഞ്ഞാ എനിക്കെന്ത് സംഭവിക്കാനാ? കൈയും കാലും ഒടിഞ്ഞു പോവോ? അതോ എന്റെ ജീവൻ പോവോ? അങ്ങനെ തന്നെ നിസ്സാരമായിട്ട് കാണരുത് കാർത്തിക. പിന്നീട് അത് വലിയ തെറ്റായി പോവും. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അത് വേറെ കാര്യമാ. പ്രസാദം ഇനി ഇഷ്ടമല്ലെങ്കിൽ അത് പറയുന്നതിന് പകരം ഒന്ന് നിർത്ത്. പ്രസാദം ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, ഇവരുടെ കൈ കൊണ്ട് വാങ്ങി കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്. ആ പ്രസാദം തട്ടിയെറിഞ്ഞ എന്തുണ്ടാകും? വീട് തോറും പിച്ച എടുക്കുന്നവര് പേടിക്കണം. പണവും അന്തസ്സും സ്വത്തും എല്ലാം ഉള്ള ഞാനെന്തിനു പേടിക്കണം? ഈ ദേവിയും ഭൂതവും ഒന്നും എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ വിചാരിച്ച ഈ മുഴുവൻ സ്ഥലവും വാങ്ങി എന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കും. വസു നേദിച്ച പ്രസാദം നിനക്ക് ഇഷ്ടമില്ലെന്ന് പറയുന്നു. പിന്നെ അഭി തന്ന സ്വത്ത് എങ്ങനെ കൈനീട്ടി വാങ്ങി? വാങ്ങുന്നത് ഞാനല്ല, അഖില. ഇപ്പൊ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഇവരോട്ട് അകന്നിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവര് ഞങ്ങളുമായിട്ട് അങ്ങ് അടുക്കാനാ നോക്കുന്നേ. ആട്ടി ഓടിച്ചാലും പോവില്ല. ഞങ്ങൾക്ക് ഇവര് വെറുപ്പാണെന്ന് ഇവർക്കെന്താ മനസ്സിലാവാത്തത്? ശരിയാണ് അഖിൽ, ഇതിനെക്കുറിച്ച് അവൾക്ക് ഒന്നും അറിയില്ല. നിന്റെ സുഹൃത്തിനു വേണ്ടി നീ ജാമ്യം നിന്ന് പണമായി കൊടുത്തില്ലേ? ആ കടം തീർക്കുന്നതിനു വേണ്ടി വീട്ടിൽ ആരും തന്നെ അറിയാതെ ഇവളുടെ സ്വർണമെല്ലാം പണയം വെച്ച് ഇവളാണ് കടം വീട്ടിയത്. ആ ഇവളെ നീ ഇങ്ങനെ വെറുക്കുമെന്ന് ഇവൾ കരുതിയില്ല. മോഡലിംഗ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തില് കാർത്തികയ്ക്ക് അപകടം ഉണ്ടായപ്പോ ഇവളുടെ ജീവൻ പണയം വെച്ച് അതിൽ നിന്നും കാർത്തികയെ രക്ഷിച്ച് അവളുടെ മാനം സംരക്ഷിച്ചപ്പോഴും കാർത്തിക ഇവളെ വെറുക്കുമെന്ന് പാവം ഇവൾ അറിഞ്ഞതേയില്ല. എന്റെ വീട് നിങ്ങൾക്ക് തന്നപ്പോ പോലും നിങ്ങളുടെ വീട് എന്തിനാ അവർക്ക് കൊടുക്കുന്നൊരു വാക്ക് പാവം ഇവൾ ചോദിച്ചതേയില്ല. എന്റെ സ്വത്തുക്കൾ മുഴുവനും അവളും കൂടെ ചേർന്ന് ഒപ്പിട്ട് തന്നപ്പോഴും ഞാൻ ഒരിക്കലും ഒപ്പിടില്ല എന്നൊരു വാക്ക് പാവം ഇവളുടെ വായിൽ നിന്ന് വന്നതേയില്ല. അതാണ് വസുന്ധര. അനുവിന്റെ ഓപ്പറേഷന് വേണ്ടി ഞാൻ നിങ്ങളോട് കാശ് ചോദിച്ചത് അവൾക്ക് അറിയുകയില്ല. സ്വന്തം കളിപ്പാട്ട് എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന കുട്ടികളെ നിങ്ങൾ എല്ലാവരും കൂടി അപമാനിച്ച് ഉണ്ണിയെ മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളെ കഴുത്തിന് പിടിച്ച ആ വീട്ടിൽ നിന്ന് പുറത്താക്കാതെ ക്ഷമിച്ചവളാണ് എന്റെ വസുന്ധര.
ഫാക്ടറിയിലെ യൂണിയൻ ലീഡർ ചില ദ്രോഹികളുമായി ചേർന്ന് ആ ഫാക്ടറി സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോ ധൈര്യമായി ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് ലീഡറായി. പഴയ ലീഡറുടെ തന്ത്രങ്ങളെല്ലാം പൊളിച്ച് ആ ഫാക്ടറിയെ രക്ഷിച്ചപ്പോ അതേ ഫാക്ടറിയിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെയും പുറത്താക്കുമെന്ന് പാവം ഈ വസുന്ധരയ്ക്ക് അറിയില്ലായിരുന്നു. അവൾക്കറിയുന്നത് ഒന്നേ ഉള്ളൂ, എനിക്ക് വേണ്ടി ഏത് അപമാനവും സഹിക്കുക എന്നത്. ഇത്രയും കാലം ഇവൾ നിങ്ങളൊക്കെ സഹിച്ചതും അപമാനങ്ങൾ ഏറ്റുവാങ്ങിയതും കുടുംബത്തോടെ എല്ലാവരും ഒന്നായിരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് മാത്രമാണ്, ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിച്ച എന്റെ പണവും സ്വത്തുക്കളും. എന്നാൽ ഇവൾക്ക് എന്നെയും എന്റെ കൂടപ്പിറപ്പുകളായ നിങ്ങളെയും വേണം. അത് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്നേ ഇവളെ നിങ്ങൾക്ക് മനസ്സിലാവും. വസു, നിന്റെ സ്നേഹത്തിന് ഇവര് തിരിച്ചു തന്ന സമ്മാനം കണ്ട് ഞാൻ വളരെയധികം ലജ്ജിക്കുന്നു. നിങ്ങളുടെ ഈ അറിവില്ലായ്മ കാണുമ്പോ എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നു. വരൂ, നമുക്ക് പോവാം. എന്താടാ വല്ലാത്തൊരു നാറ്റം? ഈ ബോക്സിൽ നിന്നാണ് ബാഡ് സ്മെൽ വരുന്നത്. അഖിൽ, എന്താ ഇതില്? MLA സാറ് ഫെർട്ടിലൈസേഴ്സ് അയച്ചെന്ന് തോന്നുന്നത്. ഇത് വയലിലിടുന്ന മരുന്നല്ലേ? എന്താണ് ഇത്രയ്ക്ക് വൃത്തികെട്ട നാറ്റടിക്കുന്നത്? ഓ, ഇതിന്റെ സ്മെൽ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുവാ. മത്സരത്തിൽ നമ്മൾ ജയിക്കണം കാർത്തിക. വയലില് ഈ മരുന്ന് വേണം ഉപയോഗിക്കാൻ. ആ മരുന്നിനെ കുറിച്ച് ക്ലാസ് എടുക്കുമെന്നാ തോന്നുന്നേ. നമുക്ക് സൈലന്റ് ആയിട്ട് പോകാം. നിക്കടാ അവിടെ. എന്താ അച്ഛാ? അതെന്ത് വൃത്തിയുടെ സാധനമാ? അച്ഛൻ എന്തായി പറയുന്നേ? വീടിന് പുറത്തിരിക്കുന്ന ആ സാധനം. അത് മരുന്നുകളാ അച്ഛാ. പാടത്ത് ഉപയോഗിക്കാനായിട്ട് ഞാൻ വരുത്തിയതാ. അത്രയും വൃത്തികെട്ട മരുന്നൊക്കെ വയലിലടിക്കാൻ വേണ്ടിയിട്ട് വയലിന് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മഹാലക്ഷ്മി അനുഗ്രഹിച്ചതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. ഈ മരുന്ന് ഉപയോഗിച്ചാ വിളവ് നന്നായിട്ട് കിട്ടുവച്ചാ. ആരാടാ നിനക്കത് പറഞ്ഞു തന്നെ? അമൃത് പോലെ ഇരിക്കുന്ന വയലില് വിഷം തളിക്കാൻ വേണ്ടി ഏതവനോടാ നിന്നോട് പറഞ്ഞേ? എന്നെങ്കിലും നമ്മുടെ വയലില് രാസവളം ഉപയോഗിച്ചിട്ടുണ്ടോ? ജൈവവളം ഇട്ടല്ലേ നമ്മൾ വിളവെടുക്കുന്നേ? അതൊന്നും എനിക്ക് അറിയില്ല അച്ഛാ. എനിക്ക് കൃഷി എന്താണെന്നും അറിയില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. എനിക്ക് അറിയാവുന്ന പോലെ ഞാനങ്ങ് ചെയ്യും. അറിയില്ലെങ്കിൽ അത് അറിയണം. അറിയണമെങ്കിൽ പഠിക്കണം. അതല്ലാതെ നിന്റെ ഇഷ്ടത്തിന് വയലിനെ നശിപ്പിക്കുകയാണോ വേണ്ടത്? വിളഞ്ഞു വരുന്ന കതിരിനെ ഇല്ലാതാക്കാൻ നോക്കുന്നോടാ.
ഞങ്ങൾക്ക് അച്ഛൻ തീരുമാനിച്ച മത്സരത്തിൽ ജയിക്കണ്ടേ? അതിനുവേണ്ടി വയൽ നശിപ്പിക്കണമെന്നാണോ? ആരും ചെയ്യാത്ത കാര്യമാണോ ഞങ്ങൾ രണ്ടുപേരും ചെയ്യാൻ പോകുന്നേച്ചാ? ആരും ആരുടെയും കൃഷിസ്ഥലത്ത് മരുന്ന് ഉപയോഗിക്കാറില്ലേ? ആരും ഈ മരുന്നൊന്നും വാങ്ങിയിരുന്നില്ലെങ്കിൽ മരുന്ന് കമ്പനിയൊക്കെ എന്നെ പൂട്ടിപ്പോയനെ. ഇവൻ എന്തായി പറയുന്ന ഭാസ്കർ? വിവരക്കേട് എങ്ങനെ സംസാരിക്കാമോ? അല്പമെങ്കിലും ബുദ്ധി ഉപയോഗിക്കുന്നേ. എല്ലാം അച്ഛനും അച്ഛന്റെ വളർത്തുമകനും മാത്രമേ അറിയാമെന്ന് വിചാരിക്കരുത്. ഞാനും കുറെ പഠിച്ചതാ. എന്തിനാടാ നിന്റെ പഠിപ്പ്? നീ നിന്റെ അമ്മയുടെ പാല് കുടിച്ചല്ലേ വളർന്നത്? നിനക്ക് മരുന്ന് തന്നൊന്നുമല്ല ഞങ്ങൾ വളർത്തിയത്.